ലഹരി വ്യാപനത്തിൽ വിപുലമായ യോഗം വിളിച്ചു മുഖ്യമന്ത്രി. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക, PTA ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ലഹരിയുടെ ഉപയോഗം വ്യാപിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. എന്നാണ് ഈ യോഗം ചേരുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ലഹരി വ്യാപനത്തിൽ വിപുലമായ യോഗം ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക സംഘടനകൾ, PTA ഭാരവാഹികൾ അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗം ഈ മാസം 30-നാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. ലഹരി തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കാനുള്ള ഒരു തീരുമാനവും യോഗത്തിലുണ്ടാകും. സാംസ്കാരിക, സിനിമ, മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ 30-ന് മുൻപായി തന്നെ 24-നും മുഖ്യമന്ത്രി മറ്റൊരു യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ഉന്നതതല യോഗമാണ്. അതായത് പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ ഈ എക്സൈസ് മേധാവികളടക്കവും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗമാണ്. അടുത്ത വരാനിരിക്കുന്ന ലഹരി വിമുക്തി ക്യാമ്പയിനുകൾ, അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധന ശക്തമാക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ യോഗത്തിൽ തീരുമാനിക്കുന്നത്. അതിനുശേഷം എല്ലാവരെയും ഒന്നിച്ച് പങ്കാളിത്തം സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു യോഗങ്ങളാണ്. പ്രത്യേകിച്ചും ലഹരി വിമുക്തമാക്കാൻ സംസ്ഥാനത്ത് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് മുഖ്യമന്ത്രി നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഈ പോലീസും ഈ പ്രത്യേകിച്ചും ഈ എക്സൈസും സംയുക്തമായി പ്രവർത്തിച്ചു പോയാൽ പോലും എല്ലാ സാധാരണക്കാരുൾപ്പെടെ ഇതിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് എന്നാൽ മാത്രമാണ് ലഹരി വിമുക്തി പൂർണ്ണമായും കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ, അധ്യാപക, PTA ഭാരവാഹികൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അടുത്ത യോഗം. ലഹരി തടയാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സാംസ്കാരിക, സിനിമ, മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാണ്. ശരി, വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.